ഒരു സംഘടിതമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി കടലോരത്ത് മാത്രം തങ്ങി നിൽക്കുന്ന ഒരു കക്ഷിയാണെന്നുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അവർക്ക് രാഷ്ട്രീയമായ ഇച്ഛാഭംഗം തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഭരണഘടനാ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെ തളർത്താനും നശീകരിക്കാനുമുള്ള ശ്രമം നടന്നു വരികയാണ്. നമ്മുടെ ഭരണഘടനയുടെ 3 നെടും തൂണുകൾ എല്ലാവർക്കും അറിയാം. നിയമനിർമ്മാണ സഭ, നീതി നിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഇതിൽ ഗവർണർ സംസ്ഥാനത്തെ എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ്. സ്വന്തം സർക്കാരിൻ്റെ തലവനെ ഇകഴ്ത്താനും ഇടിച്ചു താത്താനും ഒരു രാഷ്ട്രീയ കക്ഷിയും അതിൻ്റെ യുവജന സംഘടനകളും പരിശ്രമിക്കുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. അവരുടെ ലക്ഷ്യം നിർവഹണ വിഭാഗത്തിൻ്റെ തലവനെ തരം താത്തുകയും മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും രാഷ്ട്രീയ മാന്യത പോലും പുലർത്താതെ വ്യക്തിപരമായി കേരളമാണോ സൂക്ഷിച്ചോ എന്ന് തുടങ്ങി അദ്ദേഹത്തെ വ്യക്തിപരമായി ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഒരു രാഷ്ട്രീയ കക്ഷി, പ്രത്യേകിച്ചും വലിയ വിപ്ലവം പറയുന്ന രാഷ്ട്രീയ കക്ഷി തരം താണുന്നത് ആദ്യമായിട്ടാണ്. തീർന്നില്ല. നിയമനിർമ്മാണ സഭയിൽ കെ എം മാണിയെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഇവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. സ്പീക്കറുടെ ഡയസിൽ കയറുകയും മേശ വലിച്ചിടുകയും സാധനങ്ങൾ വെച്ചും അവസാനം അതിന് കേസ് ചാർജ് ചെയ്യാൻ നിർബന്ധിതമായി. ആ കേസ് പിൻവലിക്കാനുള്ള പരിശ്രമം ജുഡീഷ്യറിയുടെ ത്വരിത നടപടികൾ കൊണ്ട് പരാജയപ്പെടുത്തി. അപ്പോൾ നിയമനിർമ്മാണ സഭയിലും അവർക്ക് വിശ്വാസമില്ല. മൂന്നാമത്തത് ജുഡീഷ്യറി. ഇവിടെ അവർക്കെതിരായി വിധി പ്രസ്താവിച്ച ജസ്റ്റിസ് വി കെ ബാലിയെ നാട് കടത്താനുള്ളൊരു പ്രക്രിയ ഹൈക്കോടതിയുടെ മുമ്പിൽ നടന്നു. ചുരുക്കത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത വിധി വന്നാൽ അവരെ ശുംഭന്മാരെന്ന് വിളിക്കുകയും പ്രതീകാത്മകമായി നാട് കടത്തുകയും ജുഡീഷ്യറി വിമർശിക്കുകയും ജുഡീഷ്യറി സംഘപരിവാറിൻ്റെ ഭാഗമാണെന്ന് പതിവ് ശൈലി. ചുരുക്കത്തിൽ 3 ഭരണഘടനാ സ്ഥാപനങ്ങളെയും വ്യവസ്ഥാപിതമായ മറ്റ് സ്ഥാപനങ്ങളെയും നിർജ്ജീവമാക്കുക, തളർത്തുക, തകർക്കുക എന്ന വളരെ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം ആണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയും അവരുടെ യുവജന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെനറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സിറ്റിയിൽ കാര്യമായ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുകയും യൂണിവേഴ്സിറ്റിയുടെ ഭരണകാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ളൊരു സമിതിയാണ്. ആ സെനറ്റിനെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിനെ കൂടാൻ അനുവദിക്കാതിരിക്കാൻ SFI കാട്ടിയ പേക്കൂത്തുകൾ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. അപ്പം ചുരുക്കത്തിൽ എല്ലാ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെയും തകർക്കുകയോ തളർത്തുകയോ അതല്ലെങ്കിൽ നിർജ്ജീവമാക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയം. ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ മനഃശാസ്ത്രം എന്താണ്? അതിന് പ്രധാന കാരണം 2 പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ സ്വന്തക്കാരെ തിരികെ കയറ്റി അതിന് തിരിച്ചടി ജുഡീഷ്യറിൽ നിന്ന് കിട്ടി. കണ്ണൂരും സാങ്കേതിക സർവകലാശാല. ഗവർണർ വരെ സർക്കാരിനെ സഹായിച്ചു എന്ന വിമർശനം സുപ്രീം കോടതി ഉന്നയിക്കുകയുണ്ടായി. തൻ്റെ അധികാരം വേണ്ട രീതിയിൽ ഗവർണർ ഉപയോഗിച്ചില്ല. അപ്പോൾ സ്വന്തക്കാരെ തിരികെ കയറ്റാനും സ്വന്തം കക്ഷിയിലെ നേതാക്കന്മാരുടെ ഭാര്യമാരെ അവിഹിതമായ സ്ഥാനങ്ങൾ കയറ്റാനും ഉള്ള പരിശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഗവർണറാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിജ്ഞാനമുണ്ട്, പരിചയമുണ്ട്, മന്ത്രിയായിരുന്നിട്ടുണ്ട്, ഭരണപാഠവുമുണ്ട്. ഇവിടെ 10,000 രൂപയുടെ പെട്ടിക്കട നടത്താൻ കഴിവില്ലാത്ത ആളുകളാണ് നിർഭാഗ്യവശാൽ ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. അവർക്ക് ആകെ വരുമാനം ശബരിമലയാണ്, അതും തകർക്കാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഭരണകർത്താക്കളുള്ള സ്ഥലത്ത് ഭരണത്തിൽ നിപുണനായ ഒരു ഗവർണർ വന്ന് ഇവിടെ നിഷ്ക്രിയവും നിർജ്ജീവമായ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ
തോറ്റ് നിലംപരിശായി ഇപ്പം അറബിക്കടലിൻ്റെ തീരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിരാശ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷേ ആ നിരാശ പ്രകടിപ്പിക്കുന്നതിന് മാന്യമായ മാർഗങ്ങൾ അവലംബിക്കുന്നതിന് പകരം സംസ്ഥാന നിർവഹണ വിഭാഗത്തിൻ്റെ സ്വന്തം സർക്കാരിൻ്റെ തലവൻ ഭരണഘടനയുടെ 154 അനുച്ഛേദമനുസരിച്ച് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് വിളിക്കുന്ന ഗവർണറെ വഴിയിൽ തടയുകയും പുലഭ്യം പറയുകയും അദ്ദേഹത്തിൻ്റെ പിതൃത്വം വരെ ചോദ്യം ചെയ്യുകയും വളരെ തരം താണ രീതിയിൽ അദ്ദേഹത്തെ പറ്റി പ്രതിപാദിക്കുക. ഇത് രാഷ്ട്രീയമായ മാന്യതയാണോ? ഇതാണ് വിപ്ലവത്തിൻ്റെ സന്ദേശം.